ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വികസനവും ക്ഷേമവും മുൻനിർത്തി രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ്. ക്ഷേമ പെൻഷൻ വിതരണത്തിന് 14,500 കോടിയും സ്ത്രീ സുരക്ഷാ പെൻഷന് 3,820 കോടിയും നീക്കിവെച്ചു. ആശാവർക്കർമാരുടെയും അംഗനവാടി ടീച്ചർമാരുടെയും ഓണറേറിയം 1000 രൂപ വീതം കൂട്ടി. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള അതിവേഗ റെയിൽപാതയ്ക്ക് ബജറ്റിൽ തുക വകയിരുത്തി. സംസ്ഥാനത്ത് ബജറ്റ് പ്രഖ്യാപനത്തിൽ തൃശൂർ ജില്ലയ്ക്ക് നേട്ടം. പുത്തൂർ സുവോളജിക്കൽ പാർക്കിന് 5 കോടി, കേരള സംഗീത നാടക അക്കാദമിക്ക് 13 കോടി, കേരള ലളിതകലാ അക്കാദമിക്ക് 7.5 കോടിയും മുനക്കിക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്റർ വിപുലീകരണത്തിന് 2 കോടി രൂപയും അനുവദിച്ചു. ചാലക്കുടി പുഴയിലെ വെട്ടുകടവ് പാലത്തിന് സമീപം പുഴയിലിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. കോട്ട സ്വദേശി സിൻഡോ ആണ് മരിച്ചത്. വാടാനപ്പള്ളിയിൽ പ്രഭാത സവാരിക്കിടെ പെട്ടി ഓട്ടോറിക്ഷ ഇടിച്ച് കാൽനടയാത്രക്കാരൻ മരിച്ചു. മണത്തല ചന്ദനക്കുടം നേർച്ചയുടെ പ്രധാന കാഴ്ചയായ ദാബൂത്ത് കാഴ്ചയ്ക്കും കൊടികയറ്റ കാഴ്ചയ്ക്കും ആയിരങ്ങളെത്തി. നാട്ടുകാഴ്ചകൾ വൈകിട്ട് എത്തിച്ചേരും. തൃശൂർ കോർപ്പറേഷൻ വാഹനത്തിന് പിഴ ചുമത്തി മോട്ടോർ വാഹന വകുപ്പ്. പെർമിറ്റ് പുതുക്കാത്തതിനും പുക പരിശോധന സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിനുമാണ് പിഴ ചുമത്തിയത്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ അസാധാരണ കുതിപ്പ്. പവന്റെ വില 8,640 രൂപ കൂടി 1,31,160 രൂപയായി. 1 ഗ്രാം സ്വർണത്തിന്റെ വില 16,395 രൂപ. ഒറ്റയടിക്ക് ഇത്രയും വില കൂടുന്നത് ചരിത്രത്തിലാദ്യം. വാർത്തകൾ വിശദമായി. വികസനത്തിനും ക്ഷേമത്തിനും ഊന്നൽ നൽകി രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങളെ ബജറ്റ് രൂക്ഷമായി വിമർശിക്കുന്നു. കേന്ദ്രം വരിഞ്ഞു മുറുക്കിയിട്ടും പ്രതിരോധ കോട്ട കെട്ടി കേരളം പിടിച്ചുനിന്നുവെന്നും ധനമന്ത്രി അവകാശപ്പെട്ടു. ക്ഷേമ പെൻഷൻ വിതരണത്തിന് 14,500 കോടി രൂപ ബജറ്റിൽ നീക്കിവച്ചു. സ്ത്രീ സുരക്ഷാ പെൻഷന് 3,820 കോടിയാണ് ബജറ്റ് വിഹിതം. ആശാ വർക്കർമാരുടെ ഓണറേറിയം 1000 രൂപ കൂട്ടി. അംഗനവാടി ടീച്ചർമാർക്ക് 1000 രൂപയും ഹെൽപ്പർമാർക്ക് 500 രൂപയും കൂട്ടി. തദ്ദേശ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചു. സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശിക നൽകുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു. 1 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അപകട ഇൻഷുറൻസ് പ്രഖ്യാപിച്ചു. സർക്കാർ ജീവനക്കാരുടെ മെഡിസെപ്പ് പദ്ധതിയിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിരമിച്ചവർക്ക് മെഡിക്കൽ മെഡിസെപ്പ് മാതൃകയിൽ പുതിയ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കും. പൊതുമേഖലാ സ്ഥാപനങ്ങളിലും സഹകരണ സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നവർക്കും മെഡിസെപ്പ് മാതൃകയിൽ ഇൻഷുറൻസ് പദ്ധതി ആരംഭിക്കും. റോഡ് അപകടത്തിൽപ്പെടുന്നവർക്ക് ആദ്യ 5 ദിവസം സൗജന്യ ചികിത്സ നൽകുമെന്ന വൻ പ്രഖ്യാപനവും ധനമന്ത്രി നടത്തി. സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ഈ സൗകര്യമുണ്ടാകും. 15 കോടി പദ്ധതിക്കായി വകയിരുത്തി. കാരുണ്യ പദ്ധതിയിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങൾക്കായി ആരോഗ്യ ഇൻഷുറൻസും പ്രഖ്യാപിച്ചു. ഇതിനായി 50 കോടി വകയിരുത്തി. നഗര മെട്രോകളെ ബന്ധിപ്പിക്കുന്ന പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനത്തിന് 100 കോടി ബജറ്റിൽ പ്രഖ്യാപിച്ചു. MC റോഡ് വികസനത്തിന് 5,317 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് നീക്കിവെച്ചു. സൗരോർജ്ജം സംഭരിച്ച് വിതരണം ചെയ്യാൻ പഞ്ചായത്തുകൾ തോറും പദ്ധതി നടപ്പിലാക്കും. തൊഴിലുറപ്പ് പദ്ധതിക്ക് 1000 കോടി അധികം വകയിരുത്തി. ഹരിതകർമ്മ സേനയ്ക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് ഏർപ്പെടുത്തും. ക്യാൻസർ, ലെപ്രസി തുടങ്ങിയ രോഗബാധിതരുടെ പെൻഷൻ 2000 ആക്കി. ഓട്ടോ ടാക്സി തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് TCV. ഡൽഹി മീററ്റ് അതിവേഗ റെയിൽപാതയുടെ മാതൃകയിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അതിവേഗ യാത്രാ സൌകര്യം ഒരുക്കുന്ന പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചു. 4 ഘട്ടങ്ങളിലായി നടപ്പിലാക്കുന്ന ഇതിന്റെ ആദ്യഘട്ടം തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയാണ്. പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 100 കോടി രൂപ അനുവദിച്ചു. നിലവിൽ +2 വരെയുള്ള സൌജന്യ വിദ്യാഭ്യാസം ഇനി ബിരുദ തലത്തിലേക്കും വ്യാപിക്കുമെന്നാണ് മറ്റൊരു പ്രധാന പ്രഖ്യാപനം. വയനാട് പുനരധിവാസത്തിന്റെ ഭാഗമായി നിർമ്മിച്ച ആദ്യ ബാച്ച് വീടുകൾ ഫെബ്രുവരി 3-ാം വാരം കൈമാറുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. വിശ്വാസ്യതയില്ലാത്ത ബജറ്റാണ് ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവുള്ള സർക്കാരിന്റെ ബജറ്റിനെ ജനങ്ങൾ വിശ്വസിക്കരുതെന്നും VD സതീശൻ പറഞ്ഞു. അനാവശ്യ അവകാശവാദം കൊണ്ട് ബജറ്റിന്റെ പവിത്രത നശിപ്പിച്ചു. ഇത് വെറുമൊരു പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു.
സംസ്ഥാന ബജറ്റ് പ്രഖ്യാപനത്തിൽ തൃശൂർ ജില്ലയ്ക്ക് നേട്ടം. തൃശൂർ നിയോജക മണ്ഡലത്തിൽ മാത്രം 157 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് പ്രഖ്യാപിച്ചത്. പീച്ചി ടൂറിസം വികസന പദ്ധതിക്ക് 1 കോടിയിൽ തുടങ്ങി കേരള കാർഷിക സർവകലാശാലയ്ക്ക് 78 കോടി വരെ എത്തി നിൽക്കുന്ന പ്രഖ്യാപനത്തിൽ വലിയ വികസന പ്രതീക്ഷയിലാണ് തൃശൂർ. പുത്തൂർ സുവോളജിക്കൽ പാർക്കിന് 6 കോടി, കേരള കലാമണ്ഡലത്തിന് 27.5 കോടി, കേരള സംഗീത നാടക അക്കാദമിക്ക് 13 കോടി, കേരള ലളിതകലാ അക്കാദമിക്ക് 7.5 കോടി, തൃശൂരിന്റെ നാടക പ്രതിഭ PJ ആന്റണി ഉൾപ്പെടെയുള്ളവരെ ആദരിക്കുന്നതിനും നാടകാവതരണത്തിന് സ്ഥിരം വേദി ഒരുക്കുന്നതിനുമായുള്ള നാടകഗൃഹം പദ്ധതിക്ക് 2.5 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ തൃശൂർ നിയോജക മണ്ഡലത്തിൽ മാത്രം ഒട്ടേറെ പദ്ധതികൾക്കാണ് തുക വകയിരുത്തിയത്. പടിഞ്ഞാറേക്കോട്ട ജംഗ്ഷൻ എലിവേറ്റഡ് ഹൈവേക്ക് 60 കോടി, MG റോഡ് 2ാം ഘട്ട വികസനത്തിനും PK ചാത്തൻ മാസ്റ്റർ സ്മാരക പോസ്റ്റ് മെട്രിക് ഗേൾസ് ഹോസ്റ്റൽ നിർമ്മാണത്തിനും 15 കോടി വീതം, പൂങ്കുന്നം പാട്ടുരായ്ക്കൽ എലിവേറ്റഡ് ഹൈവേക്ക് 15 കോടി, തൃശൂർ മണ്ണുത്തിപ്പാതയിലെ മോഡൽ റോഡ് നിർമ്മാണത്തിന്റെ 1ാം ഘട്ടത്തിനും കൊടുങ്ങല്ലൂർ ഷൊർണൂർ റോഡിലെ ഡ്രൈനേജ് പുനർനിർമ്മാണത്തിനുമായി 10 കോടി വീതം, വടൂക്കര റെയിൽവേ മേൽപ്പാലം, കൂട്ടനല്ലൂർ കോളേജ് ചുറ്റുമതിൽ നിർമ്മാണം എന്നിവയ്ക്ക് 8 കോടി വീതം, പൂങ്കുന്നം ജംഗ്ഷൻ വികസനത്തിന് 5 കോടി, KSRTC റെയിൽവേ സ്റ്റേഷൻ ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മാണത്തിന് 3 കോടി രൂപയും അനുവദിച്ചു. ഇതോടെ സാംസ്കാരിക നഗരിയിലടക്കം വളരെ വലിയ വികസന കുതിപ്പുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് തൃശൂർ. TCV തൃശൂർ. സംസ്ഥാന ബജറ്റിൽ നാട്ടിക നിയോജക മണ്ഡലത്തിലെ വിവിധ പദ്ധതികൾക്കായി 50 കോടി രൂപ വകയിരുത്തിയതായി CC മുകുന്ദൻ MLA അറിയിച്ചു. അന്തിക്കാട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ 2ാം ഘട്ട നിർമ്മാണത്തിനും തളിക്കുളം ബ്ലോക്ക് വ്യവസായ സമുച്ചയം 2ാം ഘട്ട നിർമ്മാണത്തിനും 5 കോടി വീതം വകയിരുത്തി. വിവിധ റോഡുകളുടെ നിർമ്മാണം, വിദ്യാഭ്യാസ, ആരോഗ്യ, കായിക മേഖലയിലെ പദ്ധതികൾ എന്നിവയ്ക്കും തുക അനുവദിച്ചിട്ടുണ്ട്. കാർഷിക മേഖലയ്ക്കും കായിക രംഗത്തിനും പരിഗണന നൽകിയിട്ടുണ്ട്. സംസ്ഥാന ബജറ്റിൽ ഗുരുവായൂർ മണ്ഡലത്തിൽ നിരവധി പ്രവൃത്തികൾക്ക് തുക വകയിരുത്തിയതായി NK അക്ബർ MLA അറിയിച്ചു. ഗുരുവായൂർ ആയുർവേദ ആശുപത്രി കെട്ടിടത്തിന് 2 കോടി, മുനയ്ക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്റർ വിപുലീകരണത്തിന് 2 കോടി, കോട്ടക്കടപ്പുറം സ്കൂൾ മിനി സ്റ്റേഡിയത്തിന് 1 കോടി എന്നിങ്ങനെ തുക വകയിരുത്തി. ചക്കക്കണ്ടം സ്ലൂയിസ് കം ബ്രിഡ്ജ് നിർമ്മാണം 2 കോടി, ചാവക്കാട് PW റെസ്റ്റ് ഹൌസ് പുതിയ കെട്ടിടം നിർമ്മാണം 2 കോടി, വടക്കേക്കാട് സ്കൂൾ പുതിയ കെട്ടിടം 1 കോടി എന്നിവയും ബജറ്റിൽ ഇടം നേടിയിട്ടുണ്ട്. സംസ്ഥാന ബജറ്റിൽ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിന് 305 കോടി രൂപയുടെ പദ്ധതികൾ. കൊടുങ്ങല്ലൂർ നഗരസഭ ഓഫീസ് കെട്ടിട നിർമ്മാണം പൂർത്തീകരണത്തിന് 6 കോടി രൂപ കൂടി വകയിരുത്തി. ആനപ്പുഴ കക്കമാടൻ തുരുത്ത് പുഴയോരം സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിന് 13 കോടി, ചാപ്പാറ സയൻസ് പാർക്ക് പൂർത്തീകരണത്തിന് 10 കോടി, കൊടുങ്ങല്ലൂർ നഗരസഭയിലെ കുടിവെള്ള പദ്ധതിക്ക് 75 കോടി, നഗരസഭ ഓട്ടിസം സെന്റർ നിർമ്മാണത്തിന് 2 കോടി, കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചത്തുരത്തിൽ സാംസ്കാരിക നിലയം തയ്യാറാക്കാൻ 5 കോടി എന്നിങ്ങനെയാണ് വിവിധ പദ്ധതികൾക്കായി തുക വകയിരുത്തിയിട്ടുള്ളത്. ചാലക്കുടി പുഴയിലെ വെട്ടുകടവ് പാലത്തിന് സമീപം കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. പോട്ട മോസ്കോ മാളിയെങ്കിൽ സെബാസ്റ്റ്യന്റെ മകൻ 38 വയസ്സുള്ള സിൻഡോ ആണ് മരിച്ചത്. കൂട്ടുകാരുമൊത്ത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് കുളിക്കാൻ എത്തിയതായിരുന്നു. സിൻഡോ അടക്കം 2 പേർ പുഴയുടെ നടുഭാഗത്തേക്ക് നീന്തി. ഇതിനിടയിൽ സിൻഡോ വെള്ളത്തിൽ മുങ്ങിത്താഴുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന യുവാവ് രക്ഷിക്കാൻ ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ല. വിവരമറിഞ്ഞെത്തിയ ചാലക്കുടി ഫയർഫോഴ്സ് സിൻഡോയെ പുഴയിൽ നിന്ന് എടുത്ത് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വാടാനപ്പള്ളിയിൽ പ്രഭാത സവാരിക്കിടെ പെട്ടി ഓട്ടോറിക്ഷ ഇടിച്ച് കാൽനടയാത്രക്കാരൻ മരിച്ചു. വാടാനപ്പള്ളി സ്വദേശി കിഴക്കൻ വീട്ടിൽ 49 വയസ്സുള്ള സുധനാണ് മരിച്ചത്. സുഹൃത്തുമൊത്ത് പ്രഭാത സവാരിക്കിടെ നടുവിൽക്കര പാലത്തിന് സമീപമായിരുന്നു അപകടം. കണ്ടശാം കടവ് ഡീകോഡ് ആംബുലൻസ് പ്രവർത്തകർ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചരിത്രപ്രസിദ്ധമായ മണത്തല ചന്ദനക്കുടം നേർച്ചയുടെ പ്രധാന കാഴ്ചയായ ദാബൂത്ത് കാഴ്ചയ്ക്കും കൊടികയറ്റ കാഴ്ചയ്ക്കും ആയിരങ്ങളെത്തി. നേർച്ചയുടെ പ്രധാന ദിവസമായ ഇന്ന് പ്രധാന കാഴ്ചയായ താബൂത്ത് കാഴ്ച മണത്തല സിംഗർ ലൈൻ ഒലീത് നഗറിൽ നിന്ന് ആരംഭിച്ച് നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് ഉച്ചയോടെ ജാറത്തിലെത്തുകയായിരുന്നു. ഗജവീരന്മാർ, വാദ്യമേളങ്ങൾ, മുട്ടംവിളി എന്നിവ അകമ്പടിയോടുകൂടിയാണ് ദാബൂത്ത് കാഴ്ച ജാറത്തിലെത്തിയത്. ഇതേസമയം പുത്തൻ കടപ്പുറം, പ്ലാങ്ങാട്, ചാവക്കാട് എന്നീ ദേശങ്ങളിൽ നിന്നുള്ള കൊടികയറ്റ കാഴ്ചകൾ ജാറത്തിലെത്തി കൊടികയറ്റം നിർവഹിച്ചു. വൈകിട്ട് 6-ന് നാട്ടുകാഴ്ചകളെത്തും. ക്ലബ്ബുകൾ, സംഘടനകൾ എന്നിവയുടെ കാഴ്ചകൾ
കൂടാതെ കൊടികയറ്റ കാഴ്ച, നാട്ടുകാഴ്ച, താബൂത്ത് കാഴ്ച ഉൾപ്പെടെ 20ഓളം കാഴ്ചകൾ ജാറത്തിലെത്തും. വെള്ളിയാഴ്ച പുലർച്ചെ 5 മണിയോടെ നേർച്ചയ്ക്ക് സമാപനമാകും. ചന്ദനക്കുടം നേർച്ചയോടനുബന്ധിച്ച് വൈകിട്ട് 6 മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. Contact 9847. തൃശൂർ കോർപ്പറേഷന്റെ LGV വാഹനത്തിന് പെർമിറ്റ് പുതുക്കാത്തതിനും പുകപരിശോധന സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിനും മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം 5000 രൂപ പിഴ ചുമത്തി. കൊക്കാല ജംഗ്ഷനിൽ വെച്ചാണ് വാഹനം പിടികൂടിയത്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ PV ബിജുവിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ അസാധാരണ കുതിപ്പ്. പവന്റെ വില 8640 രൂപ കൂടി 1,31,160 രൂപയായി. ഗ്രാമിന്റെ വില 1080 രൂപ വർദ്ധിച്ച് 16,395 രൂപയായി. ചരിത്രത്തിൽ ആദ്യമായി വെള്ളി വില കിലോഗ്രാമിന് 4 ലക്ഷം രൂപയ്ക്ക് അടുത്തെത്തി. US ഡോളറിന്റെ തകർച്ച, പലിശ നിരക്ക് സംബന്ധിച്ച വൈറ്റ് ഹൌസിന്റെ നിലപാടുകൾ, ആഗോളതലത്തിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ അനിശ്ചിതത്വം എന്നിവയെല്ലാം സ്വർണ്ണവില ഉയരാൻ കാരണമായിട്ടുണ്ട്. സ്വർണ്ണവില പോലെ കുതിച്ചുയർന്ന് സംസ്ഥാനത്തെ മുല്ലപ്പൂവിന്റെ വിലയും. ഒരു മുഴം പൂവിന് മൊത്ത വിപണിയിൽ 160 രൂപയും ചില്ലറ വിപണിയിൽ 210 രൂപയുമാണ് വില. ഓണവിപണിയിലെ വിലയേക്കാൾ 25% വരെ വർധനവാണ് നിലവിലുള്ളത്. മഴയും മഞ്ഞും വെല്ലുവിളിയതായതോടുകൂടി ഉൽപാദനം കുറഞ്ഞതും വിവാഹ ഉത്സവ സീസണുകളിലുമാണ് പൂവില ഉയരാൻ കാരണം. തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽ ടാർ ചെയ്ത് നവീകരിച്ച റോഡുകൾ വീണ്ടും കുത്തിപ്പൊളിച്ച് ജനങ്ങളെ ദുരിതത്തിലാക്കുന്നു. വെട്ടിപ്പൊളിച്ചിട്ട റോഡുകൾ നന്നാക്കുന്നതിനുള്ള മുറവിളി ഉയരുമ്പോഴാണ് വീണ്ടും ജനത്തിന്റെ ക്ഷമ പരീക്ഷിക്കുന്നത്. അമൃത് കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി നഗരപരിധിയിലെ ഒട്ടുമിക്ക റോഡുകളും വെട്ടിപ്പൊളിച്ചിട്ട് ജനങ്ങളെ ദുരിതത്തിലാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ടാർ ചെയ്ത് നവീകരിച്ച റോഡുകൾ വീണ്ടും പൊളിച്ചത്. ചെമ്പൂക്കാവ് ഡിവിഷനിൽ ഉൾപ്പെട്ട PWD റെസ്റ്റ് ഹൌസിന് സമീപമുള്ള റോഡിലാണ് ഈ ദുർഗതി. പൊട്ടിയ പഴയ കുടിവെള്ള പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കാനായാണ് റോഡ് വീണ്ടും പൊളിച്ചത്. എഴുത്തച്ഛൻ സമാജം ഹാളിന് മുന്നിലുള്ള റോഡ് ടാറിംഗ് നടത്തി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വെട്ടിപ്പൊളിച്ചെങ്കിലും പൂർവ്വസ്ഥിതിയിലാക്കിയിട്ടില്ല. പഴയ PVC പൈപ്പ് പൊട്ടിയത് മൂലം ദിവസങ്ങളായി 40ഓളം കുടുംബങ്ങൾക്ക് കുടിവെള്ളം ലഭിക്കാതായതോടെയാണ് പഴയ പൈപ്പ് മാറ്റി പുതിയത് സ്ഥാപിക്കാനായി റോഡ് പൊളിക്കേണ്ടി വന്നതെന്നും ഉടൻ തന്നെ പൈപ്പ് മാറ്റി റോഡ് ടാർ ചെയ്ത് പൂർവ്വസ്ഥിതിയിലാക്കുമെന്നും ഡിവിഷൻ കൌൺസിലർ അഡ്വക്കേറ്റ് ജോയി ബാസ്റ്റ്യൻ പറഞ്ഞു. വകുപ്പുകളുടെ ഏകോപനമില്ലാത്തതിനെതിരെ ജനരോഷവും ശക്തമാണ്. TCV തൃശൂർ. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. തൃശൂരിൽ നടക്കുന്ന അന്താരാഷ്ട്ര നാടകോത്സവം 5ാം ദിനത്തിൽ ഇന്ന് 4 നാടകങ്ങൾ അരങ്ങിലെത്തും. അർമേനിയയിൽ നിന്നുള്ള ഡംബ്ലിംഗ്, സ്ലോവാക്യൻ നാടകമായ വൗ, പൂനെയിൽ നിന്നുള്ള സംതിങ് ലൈക്ക് ട്രൂത്ത്, പാലക്കാട് നിന്നുള്ള കൂഹു ആൻഡ് ആന്തോളജി ഓഫ് റെയിൽസ് എന്നീ നാടകങ്ങളാണ് പ്രദർശിപ്പിക്കുക. നാടകോത്സവത്തോടനുബന്ധിച്ചുള്ള സംവാദം, സംഗീത പരിപാടി എന്നിവയും തുടരുകയാണ്. ഞായറാഴ്ചയാണ് ഇറ്റ്ഫോക്കിന് തിരശ്ശീല വീഴുന്നത്. വീരുപ്പാക്ക സഹകരണ സ്പിന്നിംഗ് മിൽസ്
ലേ ഓഫ് അവസാനിപ്പിച്ച് ചുരുങ്ങിയ കാലയളവിൽ പ്രവർത്തന മികവിൽ എത്തിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് നിയമ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് അറിയിച്ചു. വടക്കാഞ്ചേരി മണ്ഡലത്തിലെ പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങളുടെ പുത്തനുണർവിനായുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിയമസഭയിൽ സേവ്യർ ചിറ്റിലപ്പള്ളി MLA അവതരിപ്പിച്ച സബ്മിഷന് മറുപടി നൽകവെയാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ആധുനിക സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ മെഷീനുകൾ ഫെബ്രുവരി ആദ്യവാരത്തോടുകൂടി പ്രവർത്തിപ്പിച്ച കോട്ടൺ ബോർഡ് വഴി അസംസ്കൃത വസ്തുക്കൾ വാങ്ങി നൽകി മില്ലിനെ ചുരുങ്ങിയ കാലയളവിൽ പ്രവർത്തന മികവിൽ എത്തിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു. പ്രമുഖ നാടക പ്രവർത്തകൻ രാജൻ കാഞ്ഞിരക്കോട് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. കയ്പമംഗലം ചളിങ്ങാട് പള്ളിനട സ്വദേശിയാണ്. ഇന്ന് രാവിലെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു അന്ത്യം. തീരദേശത്തെ ഒട്ടനവധി വേദികളിലും ജില്ലയ്ക്ക് പുറത്തുമായി നിരവധി നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. തൃശൂർ ഫ്ലവർ ഷോയോടനുബന്ധിച്ച് നടന്ന ചിത്രരചനാ മത്സരത്തിനുള്ള സമ്മാനദാനം ഗ്രീൻ ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി പ്രസിഡന്റ് സെബി ഇരമ്പൻ നിർവഹിച്ചു. തൃശൂർ ശക്തൻ ഗ്രൌണ്ടിൽ നടക്കുന്ന ഫ്ലവർ ഷോ ഞായറാഴ്ച സമാപിക്കും. കാറിടിച്ച് കാലിന് ഗുരുതരമായി പരിക്കേറ്റ കോബി എന്ന നായ്ക്കുട്ടിക്ക് രക്ഷകനായി ഷാജി കോടങ്കണ്ടത്ത്. കഴിഞ്ഞ ദിവസമാണ് പുഴയ്ക്കൽ ബണ്ട് റോഡിൽ വെച്ച് നായ്ക്കുട്ടിയെ കാറിടിച്ചത്. അപകടത്തിൽ പെട്ടുകിടക്കുന്ന നായ്ക്കുട്ടിയെ അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഉടൻ അഭിഭാഷക സുഹൃത്തുക്കളുടെ സഹായത്തോടുകൂടി കൊക്കാല മൃഗാശുപത്രിയിൽ എത്തിച്ചു. എക്സ്റേ എടുത്തപ്പോൾ കാലിന് ഗുരുതരമായി പരിക്കേറ്റതായി കണ്ടെത്തി. ഒടുവിൽ ഡോക്ടർ റെജി ചാക്കോയുടെ നിർദ്ദേശത്തെ തുടർന്ന് നായ്ക്കുട്ടിയുടെ കാലിന് ഓപ്പറേഷൻ നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. തുടർന്ന് കോബിയുമായി വീട്ടിലെത്തി ഭാര്യ റോസ് ഷാജി കോബിക്ക് വേണ്ട പരിചരണങ്ങൾ കൃത്യമായി നൽകി. 10 ദിവസത്തിനു ശേഷം നായ്ക്കുട്ടി ആരോഗ്യം വീണ്ടെടുത്തു. തൃശൂർ ബാരിസ്റ്റേഴ്സ് ക്ലബിലെ നിത്യസന്ദർശകനാണ് കോബി. കെ ചിറ്റിലപ്പള്ളി ഫൌണ്ടേഷനും ദേശീയ സേവാഭാരതി കേരളവും സംയുക്തമായി നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം നടന്നു. വലപ്പാട് ശാന്തിനഗർ അരയംപറമ്പിൽ നീതു രാകേഷിനും മകൾക്കുമായാണ് വീട് നിർമ്മിച്ചു നൽകിയത്. വീടിന്റെ താക്കോൽദാനം RSS ഉത്തര കേരള പ്രാന്തകാര്യ PN ഈശ്വരൻ നിർവഹിച്ചു. വലപ്പാട് സേവാഭാരതി പ്രസിഡന്റ് സുധീർ ദാസ് അധ്യക്ഷത വഹിച്ചു. സേവാഭാരതി സംസ്ഥാന സെക്രട്ടറി സുരേഷ് കുമാർ, ഷിജോ അരയംപറമ്പിൽ, പ്രദീപ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ തൃശൂർ ടൗൺ ഹാളിൽ നേതൃസമ്മേളനം സംഘടിപ്പിച്ചു. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകർ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെബ്രുവരി 4 സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്താൻ തീരുമാനമായി. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം AKTA സംസ്ഥാന ജനറൽ സെക്രട്ടറി NC ബാബു നിർവഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് G കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ G സജീവൻ, AK പ്രകാശൻ, S സതീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കുഞ്ഞുങ്ങൾക്ക് സമമായ സംരക്ഷണം ഗവൺമെന്റ് തയ്യാറാക്കി കൊടുത്ത ദൈനംദിന ഡ്യൂട്ടിയിലെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനായി വിനോദയാത്ര നടത്തി വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ മൂന്നാർ, മാങ്കുളം എന്നിവിടങ്ങളിലേക്കാണ് യാത്ര നടത്തിയത്. സ്റ്റേഷന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് തടസ്സം വരാത്ത രീതിയിൽ ഒരു ദിവസത്തെ വിനോദയാത്രയായാണ് സിറ്റി പോലീസ് കമ്മീഷണർ അനുമതി നൽകിയത്. പാവറട്ടി ഗ്രാമീണ ചലച്ചിത്രോത്സവം വിളംബരത്തിന്റെ ഭാഗമായി ഹെറിറ്റേജ് ടൂറിംഗ് ടാക്കീസ് ആരംഭിച്ചു. പ്രദേശത്തിന്റെ ചരിത്ര പ്രാധാന്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണമാണ് പരിപാടിയുടെ ലക്ഷ്യം. ദേവസൂര്യ കലാവേദിയും ജനകീയ ചലച്ചിത്രവേദിയും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ആന്റോ ലിജോ ഉദ്ഘാടനം ചെയ്തു. ഫെസ്റ്റിവൽ ഡയറക്ടർ റാഫി നീലങ്കാവിൽ തിരക്കഥയും സംവിധാനവും നിർവഹിച്ച വഴിയമ്പലം തേടി എന്ന ഡോക്യുമെന്ററിയുടെ പ്രദർശനവും നടന്നു. ഗുരുവായൂർ ചുമർ ചിത്ര പഠന ഗവേഷണ കേന്ദ്രം പ്രിൻസിപ്പൽ നളിൻ ബാബു ചടങ്ങിൽ അധ്യക്ഷനായി. അഭിനി ശശി, CP വത്സല, സന്തോഷ് ദേശമംഗലം, റെജി വിളക്കാട്ടുപാടം, സദാശിവൻ തുടങ്ങിയവർ സംസാരിച്ചു.
തൃശൂർ ജില്ലാ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പ് പാവറട്ടി പോലീസ് സബ് ഇൻസ്പെക്ടറും പഞ്ചഗുസ്തി ദേശീയ ചാമ്പ്യനുമായ TC അനുരാജ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചഗുസ്തി ലോക ചാമ്പ്യൻ KM ഹരി, ഇന്റർനാഷണൽ ചാമ്പ്യനും ദേശീയ റഫറിയുമായ CS സൌമ്യ, ഇന്റർനാഷണൽ ചീഫ് റഫറി MT റാഫേൽ എന്നിവർ മത്സരം നിയന്ത്രിച്ചു. മുൻ മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PT ജോൺസൺ, അബ്ദുൽ അസീസ് എന്നിവർ സംസാരിച്ചു. വിവിധ വിഭാഗങ്ങളിൽ PA സഞ്ജയ് കൃഷ്ണ, P അനന്തു, PA നയനേന്ദു എന്നിവർ ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കി. വിവിധ വിഭാഗങ്ങളിലായി 100ഓളം മത്സരാർത്ഥികൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു. പവർ ഗെയിമുകൾ നമ്മുടെ ശരീരത്തിന്റെ കായികശേഷി വയസ്സാവുന്ന കാലത്തുള്ളവരും യൂത്തിന്റെ കായികക്ഷമതയും നമ്മുടെ വിവേകോദയം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മികവുത്സവം സംഘടിപ്പിച്ചു. മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് P നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. സമഗ്ര വളർച്ച ഉറപ്പാക്കുന്ന പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് അനിവാര്യമാണെന്ന് തേറമ്പിൽ രാമകൃഷ്ണൻ പറഞ്ഞു. കലാകായിക മത്സരങ്ങളിൽ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഉന്നത നിലവാരം പുലർത്തിയ വിദ്യാർത്ഥികളെ PTAയും വിവേകോദയം മാനേജ്മെന്റും ചേർന്ന് ആദരിച്ചു. വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിലെ തിരുനാൾ ഈ മാസം 30, 31 ഫെബ്രുവരി 1 തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വെള്ളിയാഴ്ച രാവിലെ നടക്കുന്ന ദിവ്യബലിക്ക് ശേഷം വീടുകളിലേക്ക് വെഞ്ചരിച്ച അമ്പുകൾ കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾക്ക് കൈമാറും. 31-ന് തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ രാജു അക്കര മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ബിൽജു വാഴപ്പിള്ളി സന്ദേശം നൽകും. വാർത്താസമ്മേളനത്തിൽ വികാരി ഫാദർ ജെയിംസ് തട്ടിൽ, കൈക്കാരൻ AN ജോൺസൺ, ജോസഫ് റാഫേൽ, ഷിജോ പുത്തൂർ, വിൻസെന്റ് പല്ലിശ്ശേരി എന്നിവർ പങ്കെടുത്തു. ഗുരുവായൂർ ക്ഷേത്രധ്വജ സ്തംഭദിനാചരണത്തിന്റെ ഭാഗമായി പാരമ്പര്യ നായർ തറവാട്ട് കൂട്ടായ്മ സെമിനാർ സംഘടിപ്പിച്ചു. അതിരുദ്ര യജ്ഞാചാര്യൻ കിഴിയേടം രാമൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചക്കത്ത് അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ ദേവസ്വം മുൻ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ R നാരായണൻ സെമിനാർ നയിച്ചു. സെക്രട്ടറി അനിൽ കല്ലാറ്റ് ധ്വജപ്രതിഷ്ഠാദിന സന്ദേശം നൽകി. ബാലൻ വാറനാട്ട്, നിർമ്മല നായ്ക്കത്ത്, ശശി കൊടമന, ജയറാം ആലക്കൽ, ശ്രീധരൻ മാമ്പുഴ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ നഗരസഭയിൽ ക്ഷീരസാഗര പദ്ധതിയുടെ ഭാഗമായി കറവ പശുക്കൾക്കുള്ള ധാതുലവണ മിശ്രിതവും വിരമരുന്നും വിതരണം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ KK ജ്യോതിരാജ് അധ്യക്ഷത വഹിച്ചു. പൂക്കോട് വെറ്റിനറി സർജൻ ഡോക്ടർ CR പ്രശാന്ത്, വെറ്റിനറി സർജൻമാരായ ഡോക്ടർ K വിവേക്, ഡോക്ടർ TS രജിത, സ്ഥിരം സമിതി അധ്യക്ഷ ഷാനി റജി, കൌൺസിലർമാരായ ചന്ദ്ര രാമകൃഷ്ണൻ, KN രാമചന്ദ്രൻ, സുഷാ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. പഠനത്തോടൊപ്പം ചെറിയ ജോലി ചെയ്ത് വരുമാനം നേടാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നതിനായി 3 വിദ്യാർത്ഥിനികൾ ചേർന്ന് മൊബൈൽ ആപ്ലിക്കേഷൻ രൂപകൽപ്പന ചെയ്തു. പുറനാട്ടുകര ശ്രീ ശാരദ ഗേൾസ് HSSലെ വിദ്യാർത്ഥികളുടെ ആശയമാണ് പ്രാരംഭഘട്ടത്തിൽ തന്നെ ശ്രദ്ധേയമാകുന്നത്. വിദേശ രാജ്യങ്ങളിലെ മാതൃകയിൽ പഠനത്തോടൊപ്പം ജോലി എന്ന ആശയം യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമത്തിലാണ് പുറനാട്ടുകര ശ്രീ ശാരദ സ്കൂളിലെ വിദ്യാർത്ഥികളും യങ് ഇന്നോവേറ്റീവ് പ്രോഗ്രാം സംസ്ഥാനതല വിജയികളുമായ ശ്രേയ, ഹൃതിക, ഡെൽന എന്നിവർ. ഇതിനായി ഇവർ ഒരുക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷന്റെ അടിസ്ഥാന രൂപം തയ്യാറായി കഴിഞ്ഞു. ഈ വെബ്സൈറ്റിന്റെ പ്രധാന ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് നമ്മുടെ കുട്ടികളുണ്ടല്ലോ, ഇവർക്കെല്ലാം ഒരു കഴിവുകൾ ഉണ്ടാവും. ആ കഴിവ് ഉപയോഗിച്ച് ഇവർക്ക് പൈസ സമ്പാദിക്കാനുള്ള ഒരു മാർഗമാണ് ഞങ്ങൾ ഈ വെബ്സൈറ്റിലൂടെ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ 2 ഓപ്ഷനാണുള്ളത്. സ്റ്റുഡൻസിന് ലോഗിൻ ചെയ്യാനും ഒപ്പം ഈ ബിസിനസ് അല്ലെങ്കിൽ അവർക്ക് ജോലി കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് ലോഗിൻ ചെയ്യാനുള്ള 2 പോർട്ടലാണുള്ളത്. അപ്പോൾ കുട്ടികൾ അവരുടെ കഴിവുകൾ മറ്റും അവരുടെ സമയപരിധി എല്ലാം കൂടി രജിസ്റ്റർ ചെയ്തിട്ട് ഒരു ബയോ ക്രിയേറ്റ് ചെയ്യും. ഒരു വലിയൊരു വർക്കിംഗ് പോപ്പുലേഷനെ സാലറി കൊടുക്കാനുള്ള കഴിവുണ്ടാവില്ല പുതിയ സ്റ്റാർട്ടപ്സ് ഒക്കെ ആകുമ്പോൾ. അപ്പം അവർക്ക് ഇതുപോലെ കഴിവുകളുള്ള കുട്ടികളെ അവർക്ക് ഓപ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം ഇതെന്തിനാ ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരുപാട് ഫാമിലീസ് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് അവരുടെ ഫാമിലീസിനെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നവരുടെ വിവരങ്ങൾ വെച്ച് അനുയോജ്യമായ ജോലി എന്തെന്നും
എവിടെയെന്നും നിഷ്പ്രയാസം അറിയാനാകും. വിദ്യാർത്ഥികൾക്ക് അനുയോജ്യമായ പാർട്ട് ടൈം ജോലി കണ്ടെത്തി വരുമാനം നേടാൻ അവസരമൊരുക്കാനാണ് ഈ മൊബൈൽ ആപ്പ് വഴി ലക്ഷ്യമിടുന്നത്. യങ് ഇന്നോവേറ്റീവ് പ്രോഗ്രാം ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് അവരുടെ പഠനത്തോടൊപ്പം തന്നെ 4 മണിക്കൂറുകളോളം വേറെ ഒപ്പം തന്നെ ജോലിക്കായിട്ട് കുട്ടികളെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ, അവർക്ക് അതിനൊരു അവസരം കൊടുക്കുകയാണെങ്കിൽ, ഗവൺമെന്റിന്റെ പിന്തുണയോടുകൂടി 4 മണിക്കൂർ കുട്ടികൾ ജോലിയിലും കൂടി ഏർപ്പെടുകയാണെങ്കിൽ അവർക്കത് പഠനത്തിന് ഒരു സഹായമാവും. ആപ്ലിക്കേഷൻ പൂർണ്ണമായി പ്രവർത്തന സജ്ജമാകാൻ ഇനിയും കടമ്പകളുണ്ട്. തുടർ സാങ്കേതിക സഹായവും നിർമ്മാണ ചെലവിനുള്ള ഫണ്ടും ഉറപ്പാക്കുകയാണ് അടുത്ത പടി. അടുത്ത മാസം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന യങ് ഇന്നോവേറ്റീവ് പ്രോഗ്രാമിൽ തങ്ങളുടെ ആശയം അവതരിപ്പിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു ഈ വിദ്യാർത്ഥിനികൾ. TCV തൃശൂർ. ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ജില്ലയിലെ മികച്ച അധ്യാപകർക്ക് നൽകി വരാറുള്ള MV ഡാനിയൽ മാസ്റ്റർ അവാർഡുകൾ പ്രഖ്യാപിച്ചു. KM റാഫി, V ഇന്ദുജ, M സീന, MS സ്മിത എന്നിവരാണ് പുരസ്കാരത്തിന് അർഹരായത്. മാർച്ചിൽ ഇരിങ്ങാലക്കുടയിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യുമെന്ന് അവാർഡ് നിർണയ കമ്മിറ്റി ചെയർമാൻ പ്രവീൺ M കുമാർ, കൺവീനർമാരായ ഷിജി ശങ്കർ, നിതിൻ ടോണി എന്നിവർ അറിയിച്ചു. ക്യാമറയ്ക്കും ലൈസൻസുകൾക്കും തകരാർ ആരോപിച്ച് ഫയൽ ചെയ്ത ഹർജിയിൽ പരാതിക്കാരന് അനുകൂല വിധി. സിനിമാ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ കൂടിയായ തൃശൂർ കോട്ടപ്പടി കണ്ടിങ്കൽ വീട്ടിൽ ബൈജു ഫയൽ ചെയ്ത ഹർജിയിലാണ് തൃശൂർ ഉപഭോക്തൃ കോടതിയുടെ ഉത്തരവ്. തൃശൂർ കിഴക്കേക്കോട്ടയിലെ കലാ ക്യാമറ വേൾഡ് ഉടമ, കുരിയച്ചിറയിലെ എക്സസ് ഇലക്ട്രോണിക്സ് ഉടമ, എറണാകുളം വൈച്ചിലിയിലെ മഡോണ കെയർ സെന്റർ ഉടമ, കൊച്ചിയിലെ സോണി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ എന്നിവർക്കെതിരെയാണ് വിധി. കുറുമാലിപ്പുഴയിലെ അശാസ്ത്രീയമായ മൺചിറ നിർമ്മാണത്തിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. വരന്തരപ്പള്ളി തോട്ടുമുഖത്ത് നിർമ്മിക്കുന്ന ചിറ നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം ഉയരുന്നത്. പുഴയ്ക്ക് കുറുകെ ഇരുവശങ്ങളിലും മണൽച്ചാക്ക് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ചിറയിൽ മണ്ണ് നിക്ഷേപിച്ചാണ് പണി പൂർത്തിയാകേണ്ടത്. എന്നാൽ പുഴയിൽ നിന്നെടുത്ത കല്ലുകൊണ്ടാണ് കരാറുകാർ ചിറ നിർമ്മിക്കുന്നത്. ഇത്തരത്തിൽ നിർമ്മിക്കുന്ന ചിറ മൂലം പുഴയോരം വ്യാപകമായി ഇടിയാൻ കാരണമാകുമെന്ന് നാട്ടുകാർ പറയുന്നു. വർഷകാലത്ത് ചിറ പൊട്ടാതെ വരുന്നതോടുകൂടി സമീപ പ്രദേശത്തെ പാടശേഖരങ്ങളിൽ വെള്ളം കയറാനും സാധ്യതയേറെയാണ്. കമ്മ്യൂണിസ്റ്റ് നേതാവ് C ഉണ്ണിരാജയുടെ 31ാം ചരമവാർഷിക ദിനം ആചരിച്ചു. ചിറ്റന്നൂർ കോവിലകം അങ്കണത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. C ഉണ്ണിരാജ സ്മൃതി പുരസ്കാരം ജനയുഗം എഡിറ്റർ രാജാജി മാത്യു തോമസിന് മുൻ MP CN ജയദേവൻ സമ്മാനിച്ചു. KT ഷാജൻ അധ്യക്ഷത വഹിച്ചു. CPI കുന്നംകുളം മണ്ഡലം സെക്രട്ടറി പ്രേംരാജ്, K രഞ്ജൻ മാത്യു, ഷീന പറയങ്ങാട്ടിൽ, KP സന്ദീപ് തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവത്തിൽ മൃദംഗത്തിനും ഗാനമേളയിലും A ഗ്രേഡ് നേടിയ പെരിങ്ങോട്ടുകര സ്വദേശി ദേവർഷിന് അനുമോദനമായി താന്യം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി. ചാഴൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഷൈജു സായിറാം അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. താന്യം മണ്ഡലം പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സുനിൽ ലാലൂർ, ആന്റോ തൊറയൻ, വിനോഷ്, സലീഷ് തുടങ്ങിയവർ സംസാരിച്ചു. പെരിഞ്ഞനം ശ്രീ ഷൺമുഖ ധർമ്മപരിപാലന സമാജം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി സുരേഷ് കുഞ്ഞാപ്പു കൊടിയേറ്റ് നിർവഹിച്ചു. ക്ഷേത്ര മേൽശാന്തി സുജയ് മുഖ്യകാർമ്മികത്വം വഹിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഫെബ്രുവരി 4-ന് ആറാട്ടോടെ ഉത്സവം സമാപിക്കും. സ്റ്റാർസ് കുട്ടനെല്ലൂർ ഫാമിലി മീറ്റും ന്യൂ ഇയർ ആഘോഷവും മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് ഷാജൻ മാത്യു അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ കൌൺസിലർ ഹരീഷ് മോഹൻ, MD ജൈനിക തുടങ്ങിയവർ സംസാരിച്ചു.
കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുന്നംകുളം നോർത്ത് യൂണിയന്റെ വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി സോമശേഖരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് എം എ വേലായുധൻ അധ്യക്ഷത വഹിച്ചു. സംഘടനാ ഭാരവാഹികളായ കെ ടി ശ്രീനിവാസൻ, ഡെന്നി ജോബ്, സി എം ഡാർലി, സി ജി ജോബ്, എം കെ സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര മനക്കുളങ്ങര ആലത്തൂർ നെടിലക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. ഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം, വിശേഷാൽ പൂജകൾ, മേളം എന്നിവയുമുണ്ടായി. ചടങ്ങുകൾക്ക് അഴകത്ത് വിഷ്ണു നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. കൊടുങ്ങല്ലൂർ മേത്തലയിൽ മയിലിന്റെ ജഡം കണ്ടെത്തി. മേത്തല വയലമ്പത്ത് വാഹനമിടിച്ച് പരിക്കേറ്റ നിലയിൽ പെൺമയിലിനെ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. നാട്ടുകാർ ഫോറസ്റ്റ് ഓഫീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് മയിലിന് ചികിത്സ നൽകാനായി വൈൽഡ് റെസ്ക്യൂവർ കണ്ണൻ അഷ്ടപതി എത്തിയെങ്കിലും മയിലിനെ പിടികൂടാനായില്ല. കുറ്റിക്കാട്ടിൽ കയറി ഒളിച്ച മയിലിനെ പിടികൂടാനിരിക്കെയാണ് ജഡം കണ്ടെത്തിയത്. സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 16,395 രൂപ, പവന് 1,31,160 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വികസനവും ക്ഷേമവും മുൻനിർത്തി രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ്. ക്ഷേമ പെൻഷൻ വിതരണത്തിന് 14,500 കോടിയും സ്ത്രീ സുരക്ഷാ പെൻഷന് 3,820 കോടിയും നീക്കിവെച്ചു. ആശാ വർക്കർമാരുടെയും അങ്കണവാടി ടീച്ചർമാരുടെയും ഓണറേറിയം 1000 രൂപ വീതം കൂട്ടി. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള അതിവേഗ റെയിൽപാതയ്ക്ക് ബജറ്റിൽ തുക വകയിരുത്തി. സംസ്ഥാന ബജറ്റ് പ്രഖ്യാപനത്തിൽ തൃശൂർ ജില്ലയ്ക്ക് നേട്ടം. പുത്തൂർ സുവോളജിക്കൽ പാർക്കിന് 5 കോടി, കേരള സംഗീത നാടക അക്കാദമിക്ക് 13 കോടി, കേരള ലളിതകലാ അക്കാദമിക്ക് 7.5 കോടിയും മുനയ്ക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്റർ വിപുലീകരണത്തിന് 2 കോടി രൂപയും അനുവദിച്ചു. ചാലക്കുടി പുഴയിലെ വെട്ടുകടവ് പാലത്തിന് സമീപം പുഴയിലിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. കോട്ട സ്വദേശി സിൻഡോ ആണ് മരിച്ചത്. വാടാനപ്പള്ളിയിൽ പ്രഭാത സവാരിക്കിടെ പെട്ടി ഓട്ടോറിക്ഷ ഇടിച്ച് കാൽനടയാത്രക്കാരൻ മരിച്ചു. മണത്തല ചന്ദനക്കുടം നേർച്ചയുടെ പ്രധാന കാഴ്ചയെ ദാബൂത്ത് കാഴ്ചയ്ക്കും കൊടികയറ്റ കാഴ്ചയ്ക്കും ആയിരങ്ങളെത്തി. നാട്ടുകാഴ്ചകൾ വൈകിട്ട് എത്തിച്ചേരും. തൃശൂർ കോർപ്പറേഷൻ വാഹനത്തിന് പിഴ ചുമത്തി മോട്ടോർ വാഹന വകുപ്പ്. പെർമിറ്റ് പുതുക്കാത്തതിനും പുക പരിശോധന സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിനുമാണ് പിഴ ചുമത്തിയത്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ അസാധാരണ കുതിപ്പ്. പവന്റെ വില 8,640 രൂപ കൂടി 1,31,160 രൂപയായി. 1 ഗ്രാം സ്വർണത്തിന്റെ വില 16,395 രൂപ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.